പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ചു 4 ലക്ഷം രൂപ തട്ടിയ ഇതര സംസ്ഥാന സംഘാംഗങ്ങളായ 4 പേർ പിടിയിൽ. പെരുമ്പാവൂരിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ആസാം സ്വദേശികളായ മുഹമ്മദ് സിറാജുൽ ഇസ്ലാം, അബ്ദുൽ കലാം, ഗുൽജാഹർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹക്ക് എന്നിവരെയാണ് പിടികൂടിയത്. തൃശൂർ വാഴക്കോട് പെട്രോൾ പമ്പിലുണ്ടായ വൻ അഗ്നിബാധ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. പമ്പിൽ താൽക്കാലികമായി പെട്രോൾ സൂക്ഷിക്കുന്ന ടാങ്കിന്റെ വാൽവിലുണ്ടായിരുന്ന ചെറിയ ലീക്ക് മൂലം തീ പടർന്നതെന്നാണ് ജീവനക്കാർ ഫയർഫോഴ്സിന് നൽകിയ വിവരം. കൊടുങ്ങല്ലൂരിൽ വയോധികനെ കാണാതായി. ലോകമല്ലേശ്വരം വയലാറിൽ താമസിക്കുന്ന കളരിക്കൽ വീട്ടിൽ 68 വയസ്സുള്ള അരവിന്ദാക്ഷനെയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത്. വീട്ടുകാരുടെ സംശയത്തെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം കനോലി കനാലിൽ തെരച്ചിൽ ആരംഭിച്ചു. മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശിയായ അപ്പോഴം പറമ്പ് അനന്തകൃഷ്ണനെയും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയുമാണ് പിടികൂടിയത്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് സ്കൂളുകൾക്ക് മാത്രമായി 25 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. മണ്ഡലത്തിലെ വിധവകളായവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150 വീടുകളും നൽകും. കൊടുങ്ങല്ലൂരിലെ 8 BJP നേതാക്കൾക്കെതിരെ 107-ാം വകുപ്പ് ചുമത്തി കേസ് എടുത്ത നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് BJP നേതാക്കൾ കൊടുങ്ങല്ലൂരിൽ പറഞ്ഞു. ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടുന്നവർക്കെതിരെ പ്രയോഗിക്കുന്ന വകുപ്പ് ചുമത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും മാനനഷ്ട കേസ് നൽകുമെന്നും നേതാക്കൾ. BRC കൊടുങ്ങല്ലൂർ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ട് BRC തല വിലയിരുത്തൽ നടന്നു. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അക്കാദമിക വെല്ലുവിളികൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുമുള്ള പദ്ധതിയുടെ BRC തല പ്രൊജക്ട് അവതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. അന്നമനട കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ MP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. പുത്തൻചിറ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ EK ദിവാകരൻ പോറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഷ്ടമിച്ചിറ മാണിയങ്കാവ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഗണപതി ഹവനവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.